ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ വീടിൻ്റെ പെയിൻറ്റിങ് വർക്ക് നടക്കുകയാണ്. എൻ്റെ മോൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് എൻ്റെ വീടിൻ്റെ പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ റോഡ് സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ വീട് നിങ്ങൾക്കെല്ലാവർക്കും കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീടിൻ്റെ മതിൽ. എൻ്റെ വീടിൻ്റെ പേര് വൈകുണ്ഠം എന്നാണ്. ഇതാണ് എൻ്റെ മതിലിൻ്റെ മുകളിൽ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല, വൈകുണ്ഠം എന്നുള്ള പേരുണ്ട്. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് ആ ഗേറ്റിൻ്റെ പണി നടക്കുകയാണ്. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്നേഹിതനാണ് ഗേറ്റ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടാണിത്. ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്. ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിൽ ഏത് പ്രവാസീൻ്റെ ഒരാഗ്രഹമാണ് നല്ലൊരു വീട് വെക്കുക എന്നുള്ളത്. എൻ്റെയും ഒരാഗ്രഹം അതായിരുന്നു. അങ്ങനെ ഞാൻ പ്രവാസ ജീവിതത്തിലൊരു സുന്ദരമായൊരു വീട് വെച്ച് എനിക്കിഷ്ടപ്പെട്ട, ഞാൻ തന്നെയാണ് ഇതിൻ്റെ പ്ലാനും വരച്ചത്, വാസ്തുപ്രകാരം കുറ്റിയടിച്ചതും ഞാൻ തന്നെയാണ്. ഞാൻ വിശ്വകർമ്മ ആചാര്യ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. എൻ്റെ അച്ഛൻ കുറ്റിയടിക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ മരണശേഷം ഞാൻ ആ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീടും ഞാൻ തന്നെയാണ് വാസ്തു നോക്കി കുറ്റിയടിച്ചത്. പിന്നെ സുന്ദരമായ എൻ്റെ സങ്കല്പത്തിലെ വീടാണിത്. ഓക്കെ, എൻ്റെ സ്നേഹിതൻ ബാബുവാണ് ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നൂഞ്ഞിക്കനക്കുഴി ബാബു. അവൻ്റെ കൂട്ടുകാരാണ്, അവനോട് ഒന്നിച്ച് പണിയെടുക്കുന്നവർ. ഇതാ എന്താണ് അതിൻ്റെ പേരെന്തേലും യദു. ഏത് പ്രവാസിയുടെ മോഹം ഞാനും നടത്തി സുന്ദരമായൊരു വീട്, എൻ്റെ സുന്ദരമായ വീട്. ഇപ്പോൾ ലാസ്റ്റ് ദിവസമാണ്. എല്ലാ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞു. ഇപ്പം ബാക്കിയുള്ള പോളിഷ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. വീട് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനും ഒരു ചെറിയൊരു വീട്ടിൽ കൂടി വളർന്നു വന്ന ഒരാളാണ്. അതിൻ്റെ പെയിൻ്റ് അടിയും ഈ ബാബു തന്നെയാണ് അടിച്ചിരുന്നത്. നൂഞ്ഞിങ്ങരക്കുഴി ബാബു ആദ്യം ചുണ്ണാമ്പ് വാങ്ങിയിട്ട് അടിക്കലായിരുന്നു ആ വീടിന്. പിന്നെ അയാൾ ലില്ലിസത്തിലേക്ക് വന്ന്, കാലങ്ങൾ പോണതിനനുസരിച്ച് ഓരോരോ പുരോഗമനം വരുമല്ലോ, അപ്പോൾ ലില്ലിസത്തിലേക്ക് വന്ന് ലില്ലിസും ചെയ്തിരുന്നത് ഇയാൾ തന്നെയാണ്. ഇപ്പം അത് മാറി മാറി പുതിയ പുതിയ പേരുകളിൽ പല പല പെയിൻറ്റുകളും ഇറങ്ങി. ഇപ്പോൾ എൻ്റെ വീടിനും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാബു തന്നെയാണ്, നൂഞ്ഞിങ്ങരക്കുഴി ബാബു. കൂടുതൽ പണിയെടുക്കുമ്പോൾ കൂടുതൽ സംസാരിക്കൊന്നുമില്ല. ഏറ്റ പണി ഉത്തരവാദിത്തത്തോടു കൂടി തീർത്തു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വ്യക്തിയുടെ കയ്യിൽ. പണിക്കാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മൂപ്പരേതാ കൂടുതൽ സംസാരിക്കണമൊന്നുമില്ല പണി സമയത്ത്. നിങ്ങൾക്ക് ആർക്കായാലും ധൈര്യമായിട്ട് വിളിക്കുക നൂഞ്ഞിങ്ങരക്കുഴി ബാബുവിനെ, പോളിഷ് വർക്കിലേക്കും പെയിൻറ്റിങ് വർക്കിലേക്കും ഒക്കെ. അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് ബാബു. എൻ്റെ വീടിൻ്റെ മതിലുകളാണ് ഇതൊക്കെ. എൻ്റെ മൂത്ത മോൻ്റെ കല്യാണത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ പ്രവാസ ജീവിതത്തിൽ ഞാൻ നിർമ്മിച്ചൊരു വീടാണിത്. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഞാൻ കയറി കാണിച്ചു. ഫ്രണ്ട് ഭാഗം സിറ്റ് ഔട്ടാണ്. പല സാധനങ്ങളും ഇപ്പോൾ ഇവിടെ പിടിച്ചു വലിച്ചിട്ടതാണ്. ഫ്രണ്ട് ഡോറിൻ്റെ മോഡല് ഇതാണ്. ഡോറിൻ്റെ മോഡൽ, ഫ്രണ്ട് ഡോറിൻ്റെ മോഡല് ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. എനിക്ക് ആശാരിപ്പണിയാണ്. വിശ്വകർമ്മ ആചാര്യ സമുദായത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് ആശാരിപ്പണിക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഷെയർകേസ് എൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഷെയർകേസാണ്. ഷെയർകേസ് ഞാൻ തന്നെ മോഡലൊക്കെ ചെയ്ത് ഞാൻ തന്നെ ചെയ്ത ഷെയർകേസ്, TV സ്റ്റാൻഡ് എല്ലാം. പിന്നെ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഷെയർകേസ്. നിങ്ങൾക്ക് കാണാം.
എനിക്കിഷ്ടപ്പെട്ട സ്റ്റെയർകേസ് ഞാൻ തന്നെ വരച്ചുണ്ടാക്കിയതാണ്. എൻ്റെ മോഹപ്രകാരം ഞാൻ തന്നെ നിർമ്മിച്ച, ഞാൻ തന്നെ വർക്ക് ചെയ്ത എൻ്റെ വീട്. പ്ലാനും ഞാൻ തന്നെ വരച്ചതെന്ന് പറഞ്ഞല്ലോ, വീടിൻ്റെ പ്ലാനും വരച്ച്. പക്ഷെ പാസ്സാക്കാനുള്ള ലൈസൻസ് ഒന്നും എനിക്കില്ലായിട്ട് എൻ്റെ സ്നേഹിതൻ വിനോദ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, മൂപ്പരെ കൊണ്ടാണ് പാസ്സാക്കിയത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ് ഇതാ. ഈ വ്യക്തിയിൽ കൂടിയാണ് ഞാനും വാസ്തു ഒക്കെ പഠിച്ച് ഈ രംഗത്തെത്തിയത്. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ എന്നെ പറ്റി പറയാനുള്ളത്.